ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ വെച്ചാൽ നമ്മൾ തമ്മിലിൽ കണ്ടാൽ നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം, അതുപോലെ അവർക്കൊരു രോഗം കൂടാതെ എങ്ങനെ നമുക്ക് നോക്കാം, അതുപോലെ നമുക്ക് മറ്റൊരു സ്ഥലത്ത് നമ്മൾ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ മേടിച്ചാലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം ഒരു രോഗം കൂടാതെ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കണം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഞാനിത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വളരുന്ന, അതായത് ഇൻക്യുബേറ്ററിൽ വിരിയുന്ന കുഞ്ഞുങ്ങളെ മേടിച്ച് വളർത്തുന്ന കാര്യമല്ല ഈ പറയുന്നത്. നമ്മൾ തള്ളക്കോഴിയിൽ നിന്ന് വിരിയുന്ന കുഞ്ഞുങ്ങളെ ഇപ്പം നിങ്ങൾക്ക് വീട്ടിൽ വിരിയുന്ന കുഞ്ഞുങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തു നിന്ന് നമുക്ക് നല്ലപോലെ അഴയൊക്കെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന കോഴിയൊക്കെ ആണെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് തള്ളക്കോഴിയും കുട്ടികളെയും മേടിച്ച് വളർത്തുന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയായിട്ട് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ഓൾഡ് തൊട്ട് നിങ്ങൾക്ക് മേടിച്ച് വളർത്താൻ ഈസി ആയിട്ട് വളർത്താതെയാണ് ഒരു രോഗവും കൂടാതെ നിങ്ങൾക്ക് വളർത്തിയെടുക്കും. അപ്പോൾ ഞാൻ പ്രത്യേകം പിന്നെയും പറഞ്ഞ ഇൻക്യുബേറ്ററിൻ്റെ കാര്യമല്ലേ പറയുന്നത്. കാരണം ഇൻക്യുബേറ്ററിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അവർക്ക് ബ്രൂഡറൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പം നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ നമ്മൾ വീട്ടിൽ വിരിയുന്നതാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച്, അതായത് തള്ളയും കുഞ്ഞുങ്ങളെയൊക്കെ മേടിക്കുകയാണെങ്കിൽ തന്നെയും അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബ്രൂഡർ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇവർക്കായിട്ട് ഒരു പ്രത്യേക ഒരു കൂട് മാത്രം സെറ്റ് ചെയ്താൽ തള്ളക്കോഴി തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ചൂട് കൊടുത്ത് നല്ല രീതിയിൽ അവരെ നോക്കുകയും ചെയ്യും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഡേ ഓൾഡ് തൊട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും നിങ്ങൾക്ക് തള്ളക്കോഴിയോടുകൂടി സെറ്റോടുകൂടി നമുക്ക് മേടിക്കാം. അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണെങ്കിലും അവരടയിരുന്ന് വിരിയിക്കുന്നതാണെങ്കിലും നമ്മുടെ തള്ളക്കോഴി തന്നെ അവർക്ക് നല്ല ചൂട് കൊടുക്കുന്നതായിരിക്കും. അതായത് നമുക്ക് ബ്രൂഡറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതാണ് ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഞാൻ ഒരു ദിവസം തൊട്ട് 10 ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഞാൻ ഇവർക്ക് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നല്ലപോലെ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ നമ്മുടെ പച്ചമരുന്ന്, തുളസി ഇല, പനിക്കൂർക്കൻ്റെ ഇല, അതുപോലെ കുരുമുളക്, ഇതൊക്കെ നല്ലപോലെ അരച്ച്, അല്ലെങ്കിൽ ചില ദിവസമാണെങ്കിൽ വെള്ളത്തിൽ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആ ഒരു ജ്യൂസും കൂടി എടുത്തിട്ട് അങ്ങനെ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിലായിരിക്കും ഇവർക്കൊരു 10 ദിവസം വരെയെങ്കിലും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇടവിട്ട് തന്നെ ഇവരുടെ തീറ്റ മാറ്റിക്കൊണ്ടേയിരിക്കണം. തീറ്റ എന്ന് വെച്ചാൽ ഇവർക്ക് ഞാൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഒരു 30 ദിവസം വരെ ഇവരുടെ ആരോഗ്യത്തിന്, വളർന്നു വരുമ്പോൾ നല്ലൊരു ആരോഗ്യം കിട്ടാൻ വേണ്ടി ഇവർക്ക് 30 ദിവസം വരെ സ്റ്റാർട്ടർ തന്നെയായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇവരുടെ ആ സ്റ്റാർട്ടർ എന്ന് വെച്ചാൽ ഒന്നിച്ച് നമ്മൾ ഇട്ട് കൊടുക്കത്തില്ല, പല പ്രാവശ്യമായിട്ട്, ഒരു ദിവസം പല പ്രാവശ്യമായിട്ട്, ഇപ്പോൾ ഒരു 5 പ്രാവശ്യമായിട്ടായിരിക്കും ഞാനിവിടെ കൊടുക്കേണ്ടത്. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. കാരണം ഒന്നിച്ച് നമ്മളൊരു പാത്രത്തിൽ ഇട്ട് വെക്കില്ല, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ അവരും അല്ലാതെ വെള്ളമൊക്കെ തട്ടി വീഴുമോ അല്ലെങ്കിൽ അവർ കയറി അതിനകത്തിലൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ആ പൊടികളൊക്കെ വേണം, അങ്ങനെ അവർക്ക് അങ്ങനെ അതൊക്കെ തിന്നാലും അവർക്ക് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ 10 ദിവസം വരെ നല്ല തിളപ്പിച്ചാറ്റി വെള്ളവും സ്റ്റാർട്ടറും തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ ഗോതമ്പൊക്കെ ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് പൊടിച്ചൊക്കെ നമുക്ക് ഈ സ്റ്റാർട്ടറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 10 ദിവസം കഴിയുമ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ പുഴുക്കളിലെ ലാർവകളിൽ ആ ലാർവകൾ കൊടുക്കും, അല്ലെങ്കിൽ ചെതലുകൾ കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ അതുപോലെ പുറത്ത് വിട്ട്, അതായത് പുറത്തൊന്ന് ജസ്റ്റ് ഒന്ന് അഴിച്ചൊക്കെ വിട്ട് വളർത്താൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ, അതായത് അവർക്ക് ആ വെയിലൊക്കെ ഒന്ന് കൊള്ളത്ത രീതിയിലും അതുപോലെ ചിക്കിച്ചകഞ്ഞ് നടക്കത്തക്ക രീതിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വളർത്താൻ സാഹചര്യമുള്ള ചുറ്റുപാടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ അവരെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെ ഒന്ന് ജസ്റ്റ് നമുക്ക് പുറത്തൊക്കെ ഇട്ടൊന്ന് അഴിച്ചു വളർത്താവുന്നതാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഇവർക്കാണെങ്കിൽ എന്താ പറയുക, നല്ലൊരു കൂട് തന്നെ വെച്ച് കൊടുക്കുക. നമുക്ക് തള്ളക്കോഴിക്ക് ഇപ്പം ചൂട് പറ്റി കിടക്കുന്ന രീതിയിലാണെങ്കിൽ തന്നെയും ഇവരുടെ ആ കൂട് നല്ലപോലെ ആഴ്ചയിൽ ഒരിക്കലോ 2 ദിവസമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക. കാരണം ഇവർ കുഞ്ഞുങ്ങളല്ലേ, ഇവരുടെ ഒരു 10-15 ദിവസം വരെ നിങ്ങൾ ആ ഒരു ഒരു ആഴ്ചയിൽ 2 ദിവസമൊക്കെ ആയിട്ടൊന്ന് ആ കൂട് നല്ലപോലെ വൃത്തിയാക്കി ഇടുക, ഒരു 15 ദിവസം വരെയൊക്കെ നല്ല രീതിയിൽ. കാരണം ഇവർക്ക് ആ ഒരു കുഞ്ഞു പരുവല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ കൂട് വൃത്തിയാക്കിയിടാൻ പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വെള്ളത്തിലാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി നമുക്ക് പഞ്ചസാര കലക്കി കൊടുക്കുമോ അല്ലെങ്കിൽ ശർക്കര കലക്കി കൊടുക്കുമോ, അതല്ലെങ്കിൽ നമ്മളുടെ ഗ്ലൂക്കോസ് കാണുമല്ലോ, ഗ്ലൂക്കോസ് ചിലപ്പോൾ എപ്പോഴും കാണത്തില്ലായിരിക്കും. അപ്പോൾ പഞ്ചസാര എന്തായാലും കാണും, ശർക്കരയും ചിലപ്പോൾ എപ്പോഴും കാണത്തില്ലായിരിക്കും. അപ്പോൾ പഞ്ചസാര എപ്പോഴും കാണും. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയോ ഗ്ലൂക്കോസോ പഞ്ചസാര ഇതിൽ ഏതിലും എടുക്കാം. അപ്പോൾ അത് ഡെയിലി നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് കലക്കി അവർക്ക് ആ ഒരു ക്ഷീണം മാറ്റാനൊക്കെ നമുക്ക് ദിവസം ഒരു നേരം നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ അതേപോലെ നമ്മളുടെ കഴിവതും നമ്മളുടെ ഈ കുഞ്ഞുങ്ങളെ, അതായത് ഒരു മിനിമം ഒരു 25 ദിവസം തൊട്ട് 30 ദിവസം വരെ നമ്മൾ തള്ളക്കോഴിയുടെ കൂടെ തന്നെ നിർത്തുക. തള്ളക്കോഴിയുടെ ചൂട് തന്നെ കൊടുത്ത് നമ്മൾ വളർത്താൻ ശ്രമിക്കുക. മാക്സിമം പറ്റുന്നവരൊക്കെ ആണെങ്കിൽ നമ്മളുടെ തള്ളക്കോഴി ഈ കുഞ്ഞുങ്ങളെ കുത്തി അകത്തണം വരെ അവരുടെ കൂടെ തന്നെ, അതായത് കുഞ്ഞുങ്ങളെ തള്ളക്കോഴിയുടെ കൂടെ തന്നെ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു മിനിമം നിങ്ങൾ ഒരു 25 തൊട്ട് 30 ദിവസം വരെ നിങ്ങൾ ഏറ്റവും നമ്മുടെ തള്ളക്കോഴിയുടെ കൂടെ തന്നെ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ വലിയ കോഴികളൊക്കെ ഇല്ല, ഞാൻ ഇങ്ങനെയാണ് ഇവരെയും ഇങ്ങനെ ഈ പച്ചമരുന്ന്
മരുന്ന് കൊടുത്തും അതുപോലെ നമ്മളുടെ ഈ തീറ്റക്രമമൊക്കെ ശ്രദ്ധിച്ചാണ് നമ്മുടെ ഈ വലിയ കുഞ്ഞുങ്ങളെയൊക്കെ ഞാനും വളർത്താൻ ശ്രമിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.